ഇപ്പോഴാണ് ഇറാന്റെ പരമോന്നതകാരിയായ ആയത്തുള്ള അൽ ഖമനേയ്ക്ക് വളരെ സമാധാനം കൈവന്നിരിക്കുന്നത്. അതെ, ഇറാൻ വിചാരിച്ചാൽ തകരാവുന്നതേ ഉള്ളൂ ഇസ്രയേലിൻ്റെ ഭാവി എന്ന് വളരെ വ്യക്തമായി തന്നെ വരച്ച് കാട്ടുന്ന നിമിഷം. ഇറാൻ പറഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ട പോലെ പ്രവർത്തിക്കാൻ തയ്യാറായി അറബ് രാജ്യങ്ങൾ. ഒപ്പം എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നിൽക്കാം എന്ന് പുടിൻ്റെ സമ്മതവും. വ്ളാഡിമിർ പുടിൻ ഇറാന് കൊടുത്തിരിക്കുന്ന ഓഫർ വളരെ വലുതാണ്. ഇറാനുമായി സൗഹൃദ ബന്ധം ആഴത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് പുടിൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നത്. നേരത്തെയും റഷ്യക്ക് നിക്ഷേപം ഉണ്ടായിരുന്നു. ചബഹർ തുറമുഖത്തും ഇറാൻ്റെ നിരവധിയായ പ്രോജക്റ്റുകൾക്കും റഷ്യയുടെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ റഷ്യക്ക് ഇത്രയേറെ പ്രതിസന്ധി വന്നപ്പോൾ, അതായത് എണ്ണ കയറ്റുമതി വിഷയത്തിൽ ഇറാനും റഷ്യയും നേരിടുന്നത് സമാന പ്രതിസന്ധിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇന്ത്യക്ക് റഷ്യ നൽകുന്ന നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഇറാൻ വഴിയുള്ള പൈപ്പ് ലൈൻ വളരെ വ്യക്തമായി ഏറ്റവും സുദൃഢമായി സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഉപാധിയുമില്ലാതെ സമ്മതപത്രം നൽകിയിരിക്കുന്നു. അവിടെയാണ് ഇറാനുമായി ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ടിലൂടെ, അതായത് ഒടുങ്ങാത്ത സഖ്യം എന്നൊക്കെ പറയുന്ന ഒരു അനുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഖമനേയ്ക്ക് പുടിൻ നൽകിയിരിക്കുന്ന സമ്മതം ഇതാണ്: ഇസ്രയേലിനെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് അതിന് കഴിയും. കാരണം നിങ്ങളുടെ മനസ്സ് നീറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പല കണക്കുകളും തീർക്കാനുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഖാസിം സോലമേനിയുടെ മരണത്തിന് ശേഷം ഇറാനിൽ നടന്ന ഒരു വിലാപയാത്രയുണ്ട്. അമേരിക്കയിലേക്ക് മരണം എന്നുറക്കെ പ്രഖ്യാപിച്ച നാളുകൾ. ഇറാൻ ഇപ്പോഴും അതിൽ നിന്നും ഒരു രീതിയിലും ആ ഓർമ്മകൾ മറക്കാനോ പൊറുക്കാനോ തയ്യാറല്ല. ഇറാൻ്റെ കുരുതി അല്ലെങ്കിൽ ഇറാൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ഇറാൻ്റെയും റഷ്യയുടെയും സംയുക്തമായ ഒരു താക്കീത്. നിങ്ങൾ നോക്കൂ, ലോകത്തെ മാറ്റിമറിക്കുന്ന ഒരു അച്ചുതണ്ട് ശക്തിയായി 21ാം നൂറ്റാണ്ടിൽ വീണ്ടും റഷ്യയും ഇറാനും അറബ് രാജ്യങ്ങളും ചേരുന്ന ഒരു പുതിയ സഖ്യത്തിന് തുടക്കമിടുന്നു. അതിന് നാമം കൊടുക്കുക എന്ന പുതിയ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഇനി ടെഹ്റാനിൽ നടക്കുന്നത് വലിയ സമ്മേളനം കൂടിയായിരിക്കും. ദോഹയിൽ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയെങ്കിൽ ടെഹ്റാനിൽ അടുത്ത ഒരു നീക്കമാണ്. എങ്ങനെ ജൂതരാജ്യത്തെ കെട്ടുകെട്ടിക്കണം, എങ്ങനെ ഫലസ്തീനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരണം. ഇറാൻ അത് നേടിയെടുക്കാതെ വിശ്രമിക്കില്ല എന്ന് ഖമനിയുടെ വാക്കുകളിൽ വളരെ സുദൃഢമാണ്, വ്യക്തമാണ്. അതിന് ഒരൊറ്റ പ്ലാനാണ് ഇറാൻ്റെ മുന്നിൽ: നേരിട്ടടിക്കുക, ആക്രമിക്കുക എന്നത്. കാരണം അമേരിക്കയ്ക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ റഷ്യയുമായും മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര യുദ്ധമുള്ളതുകൊണ്ട് അവർക്ക് ഒരു ആക്രമണ പദ്ധതിയിലേക്ക് കൂടി കടക്കാൻ താല്പര്യമില്ല. അമേരിക്ക വിലപേശലിന് സ്വാഭാവികമായും റഷ്യയെ വീണ്ടും സമീപിക്കും. റഷ്യ കാത്തിരിക്കുന്നതും ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. ഇത് ഉക്രൈനെ മോചിപ്പിക്കാൻ റഷ്യയോട് നടത്തുന്ന അമേരിക്കയുടെ നീക്കമായിരിക്കില്ല, അതല്ലെങ്കിൽ അമേരിക്കയുടെ വിലപേശലായിരിക്കില്ല. മറിച്ച് അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ തന്നെ ഭാവിയിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച റഷ്യയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ നീക്കമായി മാറും.